നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ ദേവ? ബിരിയാണി. കുക്കർ ബിരിയാണിയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത്, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫ്ലോപ്പ് ആണെങ്കിലും നല്ലതാണെങ്കിലും നമ്മൾ കഴിക്കത്തില്ലേ? കഴിക്കും. അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ അരിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 1/2 കിലോളം വരുന്ന ചിക്കനുണ്ട്. പിന്നെ കുറച്ച് സവാള, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ തക്കാളി, പുതിനയിലയും മല്ലിയിലയും, പിന്നെ അതിൻ്റെ പുറത്തോടെ കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കുക. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ അരപ്പ് ചേർത്ത് ചിക്കൻ മാറ്റി വെക്കുക. ബിരിയാണി ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്കറിൽ ആദ്യമായിട്ട് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാകുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കേട്ടോ. കാരണം നോർമലി നമ്മൾ വെക്കുമ്പം നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. പക്ഷേ കുക്കറിൽ വെക്കുമ്പം ഇതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റ് ആകുമോ, അല്ലെങ്കിൽ അടി പിടിക്കുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു പരീക്ഷണം എന്ന രീതിയിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു കുക്കർ വെച്ച് അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഒഴിക്കുക. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ് എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിക്കൻ കുറച്ചൊന്ന് വേകാൻ വേണ്ടി ആ വെള്ളത്തിൽ അടച്ചൊന്ന് വെക്കാതെ കുറച്ച് നേരം നമുക്ക് ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ചിക്കൻ ഒന്ന് നല്ല രീതിയിൽ ഒരു തിള വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഞാൻ ഓൾറെഡി ഇത് കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ സോക്ക് ചെയ്ത റൈസ് നമുക്ക് തട്ടി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിക്കുന്നതാണ് കറക്റ്റ് ലെവലായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പം വെള്ളം കുറഞ്ഞു പോയാൽ ചിലപ്പം നമുക്ക് അടി പിടിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഇത് വെള്ളം ഒരുപാടായാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഈ ഒരു നിരപ്പിൽ വെള്ളം നമ്മൾ ചേർക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സവോള അരിഞ്ഞതോ അല്ലെങ്കിൽ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇടുക. ഇപ്പോൾ ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വെച്ച് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2 വിസിൽ വരെ, ഞാൻ 2 വിസിലെടുത്ത് 2 വിസിലാകുന്നത് വരെ നമുക്ക് നോക്കാം. ഒരാൾ വന്ന് നോക്കുകയാണ്. ഏകദേശം വിസിൽ വരാറൊക്കെ ആയെന്ന് തോന്നുന്നു. നമ്മൾ വിസിൽ വരുന്നവരെ നമുക്ക് ചിക്കനൊക്കെ വെയിറ്റ് ചെയ്യും. ആദ്യം വിസിൽ ബിരിയാണി ആണെങ്കിൽ പിന്നെ എൻ്റെ അടുക്കളയിൽ നിന്ന് 2 പേരും ഇങ്ങനെ മാറാൻ നിൽക്കും കേട്ടോ. ദേവയാണ് കൂടുതലായിട്ടും വന്ന് ബിരിയാണി റെഡി ആയോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്ന് കുക്കർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് അവർ വിചാരിച്ചു എന്തോ വലിയ സംഭവമായിരിക്കും എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിക്കും ബിരിയാണി റെഡി ആയോ, ചിക്കൻ ആയോ എന്നൊക്കെ. അപ്പം ഞങ്ങൾ 2 പേരും ഇങ്ങനെ വിസിൽ വരുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് വിസിൽ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഇത് കറക്റ്റ് ആകുമോ എന്നൊക്കെയുള്ള, കാരണം ഒരു ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ വെക്കുന്നത്. അങ്ങനെ 2 വിസിൽ വന്നതിന് ശേഷം അതിനകത്തിരുന്നുള്ള പ്രഷറിൽ ഇത് വെന്ത് അപ്പം ലാസ്റ്റ് നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി അതിൻ്റെ മൂടിയൊക്കെ തുറന്നപ്പം അടിപൊളിയായിട്ടുണ്ട്. ആ ചോറൊക്കെ ഒന്ന് ഇളക്കി നോക്കാം. എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ചിക്കനൊക്കെ എനിക്ക് ചിക്കൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു വേകുമോ എന്നുള്ളത്. പക്ഷേ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ചോറും നല്ലതുപോലെ തന്നെ കുഴയാതെ തന്നെ നമുക്ക് കിട്ടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്കിഷ്ടപ്പെട്ടു. കാരണം നമ്മൾ നോർമലി വെക്കുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ സംഭവം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം വളരെ ഈസിയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, എല്ലാം കൂടെ തട്ടിയിട്ട് നമ്മൾ 2 വിസിൽ വരുന്നവരെ നോക്കിയാൽ മതി.
അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നതാ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ നമുക്ക് സ്റ്റാർ ആവുക ഇങ്ങനെ കുക്കർ ബിരിയാണിയൊക്കെ വെച്ച്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി പിന്നീട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്